ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് തത്സമയം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം മാറ്റിവെച്ചതെന്നാണ് എൻ്റെ അറിവെന്ന് പറഞ്ഞാ 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കോടതി പറഞ്ഞു അത് കോടതിയുടെ ഊഹം മാത്രമായിരുന്നു. ഇപ്പം അത് ശരിവെച്ചു. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡിൽ ഉണ്ടാക്കിയ സാധനമാണ്. യഥാർത്ഥ സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. അതിൽ നിന്നും യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹം വലിയൊരു പർച്ചേസർക്ക് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിന്, ഹ്യൂജ് എമൗണ്ടിന് വിറ്റെന്നാണ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി 10-25 പവൻ സ്വർണം കൊണ്ടുപോയി വിചാരിച്ചോ. അയാൾ വല്ല ജുവലറിയിലോ സ്വർണ്ണപ്പണിക്കാരുടെ അടുത്തോ ഇത് കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ചിലപ്പോൾ അതിന് പകുതി വിലയ്ക്കോ 3/4 വിലയ്ക്ക് കിട്ടും. ഇത് അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ വാല്യൂ അല്ല ഇതിനകത്തുള്ളത്. ഇതെന്താ? അയ്യപ്പൻ്റെ മുമ്പിലിരുന്ന ദ്വാരപാലക വിഗ്രഹമാണ്. അതിന് ഇൻവാല്യുബിളാണ്, കോടിക്കണക്കിനാണ് അതിൻ്റെ വില. അത് മേടിക്കാൻ ആളുകളുണ്ടാവും, കാരണം അവരെ കബളിപ്പിച്ചിട്ടാണ്. കട്ട സാധനമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കോടീശ്വരനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അത് പറയട്ടെ, അത് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ചെമ്പിൻ്റെ മോൾഡാണെന്ന് പറഞ്ഞില്ലേ? അല്ല ഇത് എൻ്റെ ആരോപണമല്ലല്ലോ, ഇത് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഊഹമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഹൈക്കോടതി വിധിയെടുത്ത് വായിച്ചു നോക്ക്. ഹൈക്കോടതി വിധിയിൽ കൃത്യമായിട്ട് പറയുന്നു, വലിയൊരു പർച്ചേസർക്ക്, അതാണ് കോടതി പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ, അതായത് വലിയ വിലയ്ക്ക് ഒരു പർച്ചേസർക്ക് ഇത് വിറ്റിരിക്കുന്നു എന്നാണ് കോടതിയാണ് പറഞ്ഞത്. വി ഡി സതീശനല്ല. അതാണ് കറക്റ്റായിട്ടുള്ള ചോദ്യം. അതായത് ഈ കോടതി പറഞ്ഞിട്ടുണ്ട് 22-ൽ ഇവർക്ക് അറിയാമായിരുന്നു, ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇത് അറിയാം അല്ലേ, ഇങ്ങനെ ഒരു കളവ് നടന്നു, ഈ സാധനം പോയി എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ അപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങണ്ടേ, അയാൾക്കെതിരെ FIR എടുക്കണ്ടേ? എടുത്തില്ല എന്ന് മാത്രമല്ല, മൂടി വെച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.